ഡ്രസ്സിംഗ് റൂമിൽ, പിച്ചിൽ പോലും ആ തുക ഒരു സ്ഥിരം ചർച്ചാ വിഷയമായിരുന്നു. മറ്റ് കളിക്കാർ മിക്കയെയും ആ ഫീസിനെയും എന്നിൽ നിന്ന് എടുത്തുകളഞ്ഞു. പക്ഷേ നിങ്ങൾ ക്രമേണ കൂടുതൽ ആളുകളെ കണ്ടുമുട്ടുന്നു, എല്ലാവരും നിങ്ങളെ അറിയുന്നു, പ്രശസ്ത വ്യക്തിയെ മറക്കുന്നു. നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ എല്ലാത്തരം ആൺകുട്ടികളുമായും നിങ്ങളെ കണ്ടെത്തുന്നു. അത് മറ്റൊരു ചെറിയ വെല്ലുവിളിയാണ്, സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നു. അവരിൽ ചിലരുമായി നിങ്ങൾ ചങ്ങാത്തത്തിലാകുന്നതായി തോന്നുന്നു തൽക്ഷണം. കൂടാതെ 4 മാസത്തിന് ശേഷവും നിങ്ങൾ ചിന്തിക്കുന്ന മറ്റു ചിലരുണ്ട്, ഇയാൾ ആരാണ്? ഞങ്ങളുടെ കൗമാരം സാധാരണമല്ല. ചിലപ്പോൾ അത് ഒരു ജയിൽ പോലെ തോന്നാം. എല്ലാം നിയന്ത്രിക്കപ്പെടുന്നു. ഒരു നിശ്ചിത സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ: ഉണരുക, പരിശീലനം നടത്തുക, ഭക്ഷണം കഴിക്കുക, സംസാരിക്കുക, സ്കൂൾ ചെയ്യുക, ഉറങ്ങുക. എന്തായാലും സ്പോർട്ടിങ്ങിൽ പലരും ഞങ്ങളെ നോക്കി. 15ാമത്തെ വയസ്സിൽ ഞങ്ങൾ പോർച്ചുഗലിലെ ഏറ്റവും മികച്ച ക്ലബ്ബിലായിരുന്നു. ശരി, അതാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും പരിശീലകൻ ദൈവമാണ്. ഞാൻ ക്ലബ്ബിൽ ചേരുമ്പോൾ ക്രിസ്ത്യാനോ 14 വയസ്സുള്ള ഒരു സ്പോർട്ടിംഗ് ട്രെയിനി ആയിരുന്നു. ഞാൻ അണ്ടർ 17 ടീമിൽ ചേർന്നു. ക്രിസ്ത്യാനോ ഇപ്പോഴും താഴ്ന്ന റാങ്കുള്ള ടീമിലായിരുന്നു. പക്ഷേ അവൻ മറ്റുള്ളവരെക്കാൾ വളരെ മികച്ചവനായതിനാൽ അവർ അവനെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് മാറ്റി. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. ലിസ്ബണിൽ സംസാരിക്കുന്നതുപോലെ അവൻ പോർച്ചുഗീസ് സംസാരിച്ചില്ല, കാരണം മദീരയിൽ ഉച്ചാരണം വ്യത്യസ്തമാണ്. അദ്ദേഹം വളരെ ലജ്ജിച്ചു. സ്കൂളിലെ തന്റെ ആദ്യ ദിവസം ഭയങ്കരമായിരുന്നുവെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. ആ ദിവസം പരിശീലന ഗ്രൗണ്ടിൽ നിന്ന് ടൽഹെരിയാസ് ജില്ലയിലേക്ക് തന്റെ സ്കൂൾ കണ്ടെത്താൻ ഒറ്റയ്ക്ക് പോകേണ്ടിവന്നു. അവൻ വഴിതെറ്റിപ്പോയി. വൈകി. ടീച്ചർ ഇതിനകം രജിസ്റ്ററിൽ വിളിക്കുകയായിരുന്നു. പട്ടികയിൽ 5ഓ 6ഓ ആയിരുന്നു അദ്ദേഹം. പേര് വിളിച്ചപ്പോൾ അദ്ദേഹം കൈ ഉയർത്തി. ഒരു വാക്ക് പറഞ്ഞയുടനെ ഒരു കൂട്ടം ആൺകുട്ടികൾ അദ്ദേഹത്തിന്റെ ഉച്ചാരണം കണ്ട് ചിരിക്കാൻ തുടങ്ങി. അവൻ വിയർക്കാൻ തുടങ്ങി, പോകാൻ ആഗ്രഹിച്ചു. അധ്യാപകനെ കസേര കൊണ്ട് അടിക്കുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയെന്ന് അവർ പറയുന്നു. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് ഉറപ്പില്ല. ആളുകൾക്ക് താൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകാത്തത് വളരെ വിചിത്രമായി ക്രിസ്ത്യാനോയ്ക്ക് തോന്നി. അവൻ ഒരുപാട് കരഞ്ഞു. വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് അമ്മയോട് പറഞ്ഞു. കുട്ടികളെ ശ്രദ്ധിക്കരുതെന്ന് അമ്മ അവനോട് പറഞ്ഞു. അതായിരുന്നു ആദ്യത്തെ പ്രതിസന്ധി. ഫുട്ബോൾ പിന്നീട് എല്ലാവരെയും അവരുടെ സ്ഥാനത്ത് നിർത്തി. തമാശകൾ വരണ്ടുപോയി. മോശം അഭിരുചിയുള്ളവർ കുറഞ്ഞത്. ബഹുമാനം വളരാൻ തുടങ്ങി. ഫുട്ബോളിൽ മിടുക്കനായിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ നേരത്തെ കണ്ടു. ഇവിടെ വിചിത്രമായ തമാശ, അവിടെ വിചിത്രമായ തമാശ, ബാലിശമായ കാര്യങ്ങൾ. ക്രിസ്ത്യാനോ ശരിക്കും തമാശക്കാരനാണ്. ഉദാഹരണത്തിന്, അവൻ എന്നെ നോക്കി, ഹായ് പറയുന്നു, ചിരിക്കുന്നു, എന്നിട്ട് പറയുന്നു, ആ കാലുകൾ നോക്കൂ. എനിക്ക് നീളമുള്ള കാലുകളുണ്ട്. അവൻ കുറച്ചുകൂടി ചിരിക്കുന്നു. പലർക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയെ അറിയില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ടെലിവിഷനിലെ ക്രിസ്ത്യാനോയെ എനിക്ക് അറിയാവുന്ന ആളല്ല, സത്യം പറഞ്ഞാൽ. അദ്ദേഹം ലക്ഷ്യങ്ങൾ ആഘോഷിക്കുന്നതോ സംസാരിക്കുന്നതോ പോലും പലപ്പോഴും ക്രിസ്ത്യാനോ യഥാർത്ഥത്തിൽ എന്താണെന്നതുമായി പൊരുത്തപ്പെടുന്നില്ല. ക്രിസ്ത്യാനോ തന്റെ സുഹൃത്തുക്കളുമായി വളരെ കരുതലും സ്നേഹവുമുള്ളവനാണ്. ഞങ്ങൾ ഞങ്ങളുടെ ക്ലബ്ബ് റെസിഡൻസ് റൂമുകളിൽ അത്താഴം കഴിക്കാറുണ്ടായിരുന്നു. അവന്റെയോ എന്റെയോ, ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് പ്രഭാതഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. ഓരോ കിടപ്പുമുറിക്കും അതിന്റേതായ നേതാവിനെ തെരഞ്ഞെടുക്കേണ്ടി വന്നു. അവൻ വളരെ വേഗത്തിൽ ഒന്നായി. അദ്ദേഹത്തിൻ്റെതായിരുന്നു ജനപ്രിയ മുറി. എപ്പോഴും എന്തെങ്കിലും നടക്കുന്നുണ്ടായിരുന്നു. 1ാം പരിശീലന സെഷൻ. ഇത് നിങ്ങളെ അത്ഭുതപ്പെടുത്തില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാം. അവൻ ഇന്നത്തെപ്പോലെ തന്നെയായിരുന്നു. പ്രായം കണക്കിലെടുക്കാതെ അവന് കളിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഫ്രീ കിക്കുകൾ, കോർണറുകൾ, പെനാൽറ്റികൾ എന്നിവ എടുക്കാൻ അവൻ ആഗ്രഹിച്ചു. അവൻ നമ്മളേക്കാൾ ഒരു വയസ്സ് ഇളയതായിരുന്നു. ഞങ്ങൾ ചിന്തിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അവന്റെ പ്രതികരണങ്ങളിലും ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് ദേഷ്യം വന്നു. പക്ഷേ അവസാനം അവൻ നമ്മളേക്കാൾ മികച്ചവനാണെന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഒടുവിൽ ഞങ്ങൾ അവന് പന്ത് നൽകി. അത്ഭുതത്തോടെ നോക്കി. അവനോടൊപ്പം ഗെയിമുകൾ ജയിക്കുന്നത് വളരെ എളുപ്പമായിരുന്നു. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കളിക്കാരനായിരുന്ന തിയറി ഹെൻറിയെപ്പോലെ വേഗതയിൽ കളിക്കാൻ റൊണാൾഡോ ഒറ്റയ്ക്ക് പരിശീലനം നടത്തുമായിരുന്നു. ഞങ്ങൾ അവനോട് ചോദിക്കും, നീ എന്താണ് ചെയ്യുന്നത്? അവൻ മറുപടി പറയും, എനിക്ക് 2 ആഴ്ച തരൂ, ഞാൻ അവനെപ്പോലെ വേഗതയിൽ കളിക്കും. സ്പോർട്ടിങ്ങിൽ ആൻഡ്രേസ് ക്രൂസ് എന്ന ബ്രസീലിയൻ കളിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേശികൾ വളരെ വലുതായിരുന്നു. ക്രിസ്ത്യാനോ 90 അല്ലെങ്കിൽ 95 കിലോ ഉയർത്തുന്നത് കണ്ട് പറഞ്ഞു, ഞാൻ തീർച്ചയായും 90 കിലോ ഉയർത്തും. അവൻ പരിശീലനം തുടങ്ങി. അത് നേടുന്നതുവരെ നിർത്തിയില്ല. അവന് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്കും കഴിയും എന്ന് അവൻ ചിന്തിച്ചിരിക്കണം. അവൻ അങ്ങനെയാണ്. അവൻ എല്ലാ ദിവസവും തന്റെ മുറിയിൽ സിറ്റ് അപ്പുകളും പ്രസ് അപ്പുകളും ചെയ്യുമായിരുന്നു. രാത്രിയിൽ ഉണർന്ന് ശബ്ദമുണ്ടാക്കാതെ ജിമ്മിൽ പോകുമായിരുന്നു. ആഴ്ചയിൽ 2ഓ 3ഓ തവണ. അവൻ സ്വന്തമായി പോകുകയോ 2 സുഹൃത്തുക്കളെ കൂട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യുമായിരുന്നു. അവർ ജിമ്മുള്ള വേലി ചാടി മേൽക്കുരയിൽ കയറി ഒരു ജനാലയിലൂടെ അകത്തുകടക്കും. താൻ വളരെ മെലിഞ്ഞവനാണെന്ന് അയാൾ കരുതിയതിനാൽ അവൻ ഭാരോദ്വഹനം നടത്തുകയും ട്രെഡ്മില്ലിൽ 40 മിനിറ്റ് ഓടുകയും ചെയ്യും. അവിടെ പോകാൻ അനുവാദമില്ലാത്തതിനാൽ അവൻ പലപ്പോഴും പിടിക്കപ്പെടുമായിരുന്നു.
എന്നിട്ടും അവൻ തിരിച്ചു പോകുമായിരുന്നു. അവന് 14 വയസ്സായിരുന്നു. ഭ്രാന്തൻ. മുകളിൽ പറഞ്ഞ വർഷം തന്നെ അവൻ ഒരു ടീമിൽ കളിച്ചിരുന്നു, കൂടുതലൊന്നും ചെയ്യേണ്ടതില്ലായിരുന്നു. ജിമ്മിൽ കയറാതിരിക്കാൻ അവർക്ക് ലോക്കുകൾ സ്ഥാപിക്കേണ്ടി വന്നു. അവധിക്കാല യാത്രയ്ക്കായി അദ്ദേഹത്തോടൊപ്പം കുറച്ചു തവണ മദീരയിൽ പോയിരുന്നു. ക്രിസ്ത്യാനോ അതിരാവിലെ എഴുന്നേറ്റ് റേഡിയോയിൽ സംഗീതം വെക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുമായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം കുറച്ച് പരിശീലനം നടത്തുകയോ നടക്കാൻ പോകുകയോ വൈകുന്നേരങ്ങളിൽ പാർട്ടി നടത്തുകയോ ചെയ്യുമായിരുന്നു. റൊണാൾഡോ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല, അദ്ദേഹം മദ്യപിക്കാറില്ല. ഞങ്ങളുടെ അവധിക്കാല ദിനങ്ങൾ അങ്ങനെയായിരുന്നു. ഫുട്ബോൾ എപ്പോഴും 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 എപ്പോഴും. ഞാൻ രാവിലെ ഉണരും, അവൻ ഇതിനകം ഒരു പന്ത് ഉപയോഗിച്ച് കളിക്കും. വലതുകാൽ കൊണ്ട് അടിക്കുക, പിന്നെ ഇടത്തേക്ക്, പിന്നെ വലത്തേക്ക്, പിന്നെ ഇടത്തേക്ക്. അദ്ദേഹം ജിമ്മിൽ പോയി പറയും, എനിക്ക് ഒരു വീട് ലഭിക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഒരു ജിം നിർമ്മിക്കുക എന്നതാണ്. ലോകത്തിലെ ആരും അങ്ങനെ ചിന്തിക്കില്ല. ഒരു വീട് വാങ്ങുകയും ജിം ഉപകരണങ്ങൾ ഉടൻ വാങ്ങുകയും ചെയ്യും. വളരെ കുത്തനെയുള്ള തെരുവുകളിലൂടെ കണങ്കാലിൽ ഭാരം ചുമന്ന് അവൻ ഓടും. ചിലപ്പോൾ 35 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും ചൂട്. അല്ലെങ്കിൽ അവൻ അത് ധരിച്ച് കാലുകൾക്ക് ശക്തി വർദ്ധിപ്പിക്കാൻ ഒരു അദൃശ്യ പന്ത് ഉപയോഗിച്ച് കളിക്കുന്നത് പോലെ നീങ്ങും. ഞാൻ അതൊന്നും ചെയ്തില്ല. വളരെ ചൂട്. പക്ഷേ ഞങ്ങൾ ഫുട്ബോൾ കളിക്കുമായിരുന്നു. അവന്റെ വീടിനടുത്ത് ഒരു പിച്ചുണ്ടായിരുന്നു. അവിടെ അവന്റെ ആളുകളോടൊപ്പം കളിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടിരുന്നു. അവർ അവനെപ്പോലെ സംസാരിച്ചു. കുട്ടിയായിരുന്നപ്പോൾ മുതൽ അവനെ അവർക്കറിയാം. അവർ അവന്റെ ആളുകളായിരുന്നു. ക്രിസ്ത്യാനോയെപ്പോലെ മെസ്സി ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ടില്ല. ക്രിസ്ത്യാനോയ്ക്ക് 2 കാര്യങ്ങളുണ്ട്: വളരെയധികം ഗുണനിലവാരവും എല്ലാറ്റിനുമുപരി മികച്ചവനാകാനുള്ള വലിയ ആഗ്രഹവും. അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ സമയം, സ്ഥിരോത്സാഹം, കഠിനാധ്വാനം എന്നിവ ചെലവഴിക്കുന്നയാളാണ് ഒടുവിൽ തന്റെ ലക്ഷ്യങ്ങൾ നേടുന്നത്. എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? റൊണാൾഡോ ഒരിക്കലും താൻ ചെയ്യുന്നതിൽ തൃപ്തനല്ല. ഇന്നലെ ഒരു ടെലിവിഷൻ പരിപാടിയിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങളെ മറികടക്കുക എന്നതാണ് ഈ വർഷത്തെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പല ഫുട്ബോൾ കളിക്കാരും പലതും നേടുകയും പിന്നീട് വിശ്രമിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം അങ്ങനെയല്ല. അദ്ദേഹത്തിന് കൂടുതൽ വേണം. സ്വന്തം ചാമ്പ്യൻസ് ലീഗ് ഗോൾ റെക്കോർഡ് തകർക്കാനും മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് മെഡൽ നേടാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. റയൽ മാഡ്രിഡിനൊപ്പം ലാ ലിഗ വീണ്ടും നേടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അദ്ദേഹം അവിശ്വസനീയനാണ്. അദ്ദേഹത്തിന് ഇതിനകം എല്ലാമുണ്ട്, ഫുട്ബോളിലും ജീവിതത്തിലും. രാവിലെ 11 മണിക്ക് കളിക്കുകയും 3 മണിക്ക് മറ്റൊരു കളി കാണുകയും ചെയ്യുന്ന കളിക്കാരിൽ ഒരാളല്ല അവൻ. അവന് തന്റെ ജോലി ഇഷ്ടമാണ്, ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നു, പരിശീലനം ഇഷ്ടപ്പെടുന്നു, മെച്ചപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ മത്സരങ്ങൾ കാണുന്നില്ല. അവൻ ടേബിൾ ടെന്നീസ് കളിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അവൻ ലോകത്തിലെ ഏറ്റവും മികച്ചവനാകും. അല്ലെങ്കിൽ പൂൾ. അവൻ വളരെ നല്ലവനാണ്, വളരെ മത്സരക്ഷമതയുള്ളവനാണ്. അവൻ യൂത്ത് ടീമിന്റെ ഭാഗമായിരുന്നപ്പോൾ 15 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾ അവനെ കാണാൻ പോകുമായിരുന്നു. അത് വളരെ മനോഹരമായിരുന്നു. റൊണാൾഡോ ക്രമേണ ക്യാപ്റ്റനായി മാറി. അവൻ ആംബാണ്ട് ധരിച്ചിരുന്നില്ല, പക്ഷേ അവൻ ക്യാപ്റ്റനായിരുന്നു. പിച്ച് അവന്റെ വീടും ജീവിതവുമായിരുന്നു. അവൻ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണെന്ന് അവനറിയാമായിരുന്നു. അതിനാൽ അവൻ മറ്റുള്ളവരോട് ആജ്ഞാപിക്കാൻ തുടങ്ങി. അവൻ ടീമിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണോ അതോ അവർ അവന് കൈമാറാൻ വേണ്ടിയാണോ അവൻ അത് ചെയ്തത്? നിങ്ങളിൽ ചിലർ അത് സ്വയം ചോദിക്കുന്നുണ്ടെന്ന് എനിക്കുറപ്പുണ്ട്. ഉത്തരം രണ്ടും. കൂടുതൽ ഗോൾ നേടാനുള്ള അവസരങ്ങൾ നേടുക എന്നതും. അവൻ എപ്പോഴും കൂടുതൽ ആഗ്രഹിച്ചിരുന്നു. നമുക്ക് 4 മുതൽ 0 വരെ മുകളിലാകാം, പക്ഷേ സെന്റർ ബാക്ക് പന്ത് പിന്നിലേക്ക് പാസ് ചെയ്താൽ ഇങ്ങനെയുള്ള ആർപ്പുവിളികൾ ഉയരും: ഓയ്, നീ എന്താണ് ചെയ്യുന്നത്? കൂടുതൽ ഗോളുകൾ നേടാൻ നമുക്ക് മുന്നോട്ടു പോകാം. അവൻ വളരെ മത്സരബുദ്ധിയുള്ളവനാണെന്ന വസ്തുത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി എണ്ണമറ്റ പ്രശ്നങ്ങൾ നേരിട്ട ഒരു സുഹൃത്ത് എനിക്കുണ്ട്. റിക്കാർഡോ അക്കാദമിയിൽ തന്നെയുണ്ടായിരുന്ന ക്വാറസ്മ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുമായിരുന്നു. അവർ എപ്പോഴും മത്സരിച്ചു. റൊണാൾഡോ എന്തെങ്കിലും ചെയ്താൽ ക്വാറസ്മയും അത് തന്നെ ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷേ അവർ പരസ്പരം പാസ് ചെയ്തില്ല. ഇരുവരും ഫോർവേഡായിരുന്നു, ഒരാൾ ഇടത്തോട്ടും മറ്റൊരാൾ വലത്തോട്ടും. പക്ഷേ അവർ പരസ്പരം പാസ് ചെയ്തത് വളരെ അപൂർവമായിരുന്നു. അവർ പരസ്പരം വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചുള്ളൂ. ഇന്ന് അവർ ഒട്ടും സംസാരിക്കുന്നില്ല. ഞാൻ ഒരു സെന്റർ മിഡ്ഫീൽഡറാണ്, മികച്ച പൊസിഷനിലുള്ളയാൾക്ക് പന്ത് കൊടുക്കും, അതായിരുന്നു എന്റെ ജോലി. ഞാൻ ക്രിസ്ത്യാനോയ്ക്ക് പാസ് നൽകിയാൽ ക്വാറസ്മ വിലപിക്കും, ഞാൻ ക്വാറസ്മയ്ക്ക് പാസ് നൽകിയാൽ പരാതി പറഞ്ഞത് ക്രിസ്ത്യാനോയാണ്. റൊണാൾഡോ വളരെ ആവേശഭരിതനാണ്, കളിയിൽ അദ്ദേഹം നിങ്ങളെ വിമർശിക്കും. അത് പലപ്പോഴും സംഭവിച്ചു. പക്ഷേ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഒരു പന്ത് മാത്രമേയുള്ളൂ, ഞാൻ അദ്ദേഹത്തോട് പറയും. പക്ഷേ റൊണാൾഡോ ഒരു മോശം കുട്ടിയല്ലായിരുന്നു. 10 മിനിറ്റിനുശേഷം അദ്ദേഹം എന്നോട് പറയും, വരൂ, നമുക്ക് പുറത്ത് ഭക്ഷണം കഴിക്കാം. ഒരിക്കൽ ഫഞ്ചലിൽ മാരിറ്റിമോ കളിക്കാൻ ഞങ്ങൾക്ക് പോകേണ്ടിവന്നു. വളരെക്കാലത്തിനുശേഷം തന്റെ കുടുംബത്തെയും ബാല്യകാല സുഹൃത്തുക്കളെയും കാണാൻ ക്രിസ്ത്യാനോ വളരെ ആവേശത്തിലായിരുന്നു. എന്നിരുന്നാലും ആ ആഴ്ച അദ്ദേഹം നന്നായി പരിശീലനം നടത്തിയില്ല.
അദ്ദേഹത്തിന്റെ തല ശരിയായ സ്ഥലത്തായിരുന്നില്ല, അത് അദ്ദേഹത്തെ പരിശീലനത്തിൽ ബാധിച്ചു. അദ്ദേഹം ഒറ്റയ്ക്ക് കളിക്കുകയായിരുന്നു, പന്ത് പാസ് ചെയ്തില്ല, അവൻ അത് എടുത്ത് ഗോളിലേക്ക് ഷോട്ടുകളെടുക്കും, പന്ത് പാസ് ചെയ്യാത്ത ആരുമായും വഴക്കിടും. അവൻ വളരെ മോശമായി പരിശീലനം നടത്തി. അതിനാൽ കോച്ച് അവനെ ടീമിൽ നിന്ന് ഒഴിവാക്കി. ക്രിസ്റ്റ്യാനോയ്ക്ക് വിശ്വസിക്കാനായില്ല. അയാൾ ലിസ്റ്റ് 4 തവണ മറിച്ചുനോക്കി, പക്ഷേ ഫലമുണ്ടായില്ല. സ്വന്തം ആളുകളെ കാണാൻ കഴിയാത്തതിനാൽ അയാൾ കരയാൻ തുടങ്ങി. ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. അയാൾക്ക് ദേഷ്യം വന്നു. നന്നായി പരിശീലിക്കണം എന്നതായിരുന്നു പാഠം. നിങ്ങളുടെ നിലവാരമോ അടുത്ത കളിയോ എന്തുതന്നെയായാലും പരിശീലനത്തിൽ നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ പരമാവധി ചെയ്യണം. സങ്കൽപ്പിക്കുക, കുടുംബത്തിന് മുന്നിൽ തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു, പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും അവസരങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. 15-16 വയസ്സുള്ളപ്പോൾ മുതൽ ഒരു നിമിഷം എന്റെ ഓർമ്മയിൽ മായാതെ കിടക്കുന്നു. എന്ത് കാരണത്താലും ശിക്ഷിക്കപ്പെട്ട ആ ആൺകുട്ടികളെ ഡൈനിംഗ് റൂമുകൾ വൃത്തിയാക്കാനും ആ വീലി ബിന്നുകൾ ഉപയോഗിച്ച് മാലിന്യം തെരുവിലേക്ക് കൊണ്ടുപോകാനും നിർബന്ധിച്ചു. ഒരു ദിവസം അത് അവനായിരുന്നു. ഹഹഹ റൊണാൾഡോ, നിങ്ങൾക്ക് ഒരു ഫെരാരി ഉണ്ടോ? അവൻ മറുപടി പറഞ്ഞു, നിങ്ങൾ കാണും. ഒരു ദിവസം ഞാൻ ലോകത്തിലെ ഏറ്റവും മികച്ചവനാകും, എനിക്ക് ധാരാളം ഫെരാരികളും ഉണ്ടാകും. ശരി, അത് സംഭവിച്ചു. മറ്റാരേക്കാളും കൂടുതൽ വിമർശനം അദ്ദേഹം സഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ പ്രതിരോധ സംവിധാനം അല്പം അഹങ്കാരിയാകുക എന്നതാണ്. എനിക്ക് തോന്നുന്നു അവൻ ഇങ്ങനെ വിചാരിക്കും, നരകതുല്യം, വർഷത്തിൽ 50 ഗോളുകൾ, 2 ചാമ്പ്യൻസ് ലീഗ് ജേതാവിന്റെ മെഡലുകൾ, എനിക്ക് എല്ലാമുണ്ട്, എന്നിട്ടും ആളുകൾക്ക് ഇപ്പോഴും എന്റെ മൂല്യത്തിൽ സംശയമുണ്ടോ? ചെറിയ ടീമുകൾക്കെതിരെ മാത്രമേ ഞാൻ ഗോൾ നേടുന്നുള്ളൂ എന്നും ഫൈനലിൽ ഗോൾ നേടാറില്ല എന്നും ആളുകൾ പറയാറുണ്ടോ? എനിക്കറിയില്ല, എല്ലാം വളരെ വിചിത്രമാണ്. ഞാൻ സ്പോർട്ടിംഗിൽ ആകെ 5 വർഷം ചെലവഴിച്ചു. പിന്നീട് ഞാൻ പോർച്ചുഗലിലെ സെഗുണ്ട ബി ടീമിലും അതിനുശേഷം കോർഡോബയുടെ 2ാം ഡിവിഷൻ ടീമുമായും 5 വർഷത്തെ കരാറിൽ എന്നെ ഒപ്പിട്ടു. ഞാൻ അവിടെ 2 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 1.5 വർഷം ഗ്വാഡലജാരയിൽ ചെലവഴിച്ചു, തുടർന്ന് പോർച്ചുഗലിലേക്ക് മടങ്ങുന്നു. ഇവിടെ ഞാൻ 2ാം ഡിവിഷനിലെ CD മാഫ്രയിലാണ്. ഇപ്പോൾ ഞാൻ മാസത്തിൽ 2-3 തവണ അദ്ദേഹത്തോട് സംസാരിക്കുന്നു, കാരണം അദ്ദേഹത്തിന് സ്വന്തം ജീവിതമുണ്ട്. അദ്ദേഹം ഒരു പൊതുവ്യക്തിയാണ്, അദ്ദേഹത്തോടൊപ്പം സമയം കണ്ടെത്തുക എളുപ്പമല്ല. എന്റെ അമ്മ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നപ്പോൾ മാഞ്ചസ്റ്ററിൽ പോയിരുന്നു, മാഡ്രിഡിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. അദ്ദേഹം ദേശീയ ടീമിൽ ചേരുമ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടുകയും സാധ്യമെങ്കിൽ ഒരുമിച്ച് അത്താഴം കഴിക്കുകയും ചെയ്യുന്നു. ഞാൻ 2ാം ഡിവിഷനിൽ കളിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ബൂട്ടോ എന്തെങ്കിലും കിട്ടോ ചോദിച്ചാൽ അദ്ദേഹം അത് എനിക്ക് നേരിട്ട് തരും. നമ്മൾ പരസ്പരം കാണുമ്പോൾ നമ്മൾ ഒരിക്കലും വേർപിരിഞ്ഞിട്ടില്ലാത്തതുപോലെയാണ് തോന്നുന്നത്. അവൻ ഒരിക്കലും മാറിയിട്ടില്ലാത്തതുപോലെ അവൻ മാറിയിട്ടില്ല. അവൻ ഇപ്പോഴും എന്റെ കാലുകളെക്കുറിച്ച് തമാശ പറയാറുണ്ട്. ഹ്യൂഗോ പിന ഒരു കഥ പകുതി അവസാനിപ്പിച്ചു. റൊണാൾഡോയെ മദീരയിലേക്ക് പോകാൻ തെരഞ്ഞെടുക്കാത്തതിനെക്കുറിച്ചുള്ളത്. 2000-ലാണ് അത് സംഭവിച്ചത്. ലൂയിസ് മിഗുവൽ പെരേരയും ജുവാൻ ഇഗ്നാസിയോ ഗല്ലാർഡോയും CR7 ലോസ് സീക്രട്ടോസ് ഡി ലാ മക്കുനയിൽ കണ്ടെത്തിയതുപോലെ മദീരനെക്കുറിച്ചുള്ള പരാതികൾ ഒരു മാസം മുമ്പ് കുന്നുകൂടി. ആ കാലഘട്ടത്തിലെ ഒരു റിപ്പോർട്ട് ഇതാണ്: കളിക്കാരൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പരിശീലന ഗ്രൗണ്ടിലെ ഒരു സഹപ്രവർത്തകനിൽ നിന്ന് ഒരു കാൻ ഐസ് ടീ മോഷ്ടിച്ചു. മിസ്സിസ് എമിലിയയിൽ നിന്ന് 2 തൈരും. അനുവാദമില്ലാതെ കളിക്കാരിയായ റൂയി ലോക്സിന്റെ ഉച്ചഭക്ഷണവും അയാൾ തടഞ്ഞു. ക്ലബ്ബ് നിയമങ്ങൾ അനുവദനീയമായ കുറ്റകൃത്യങ്ങളുടെ പകുതിയിലധികം ക്രിസ്റ്റ്യാനോയ്ക്കുണ്ടായിരുന്നു. തന്റെ മോശം പെരുമാറ്റത്തിന് അദ്ദേഹം നൽകിയ കാരണം കറുത്ത കുട്ടികളുടെ ഒരു കൂട്ടവുമായുള്ള വഴക്ക് കാരണം കളിക്കാരൻ സ്കൂളിൽ വരാൻ ഭയപ്പെടുന്നു എന്നതായിരുന്നു, റിപ്പോർട്ടിൽ പറയുന്നു. എന്നിരുന്നാലും അവൻ സ്കൂളിൽ പലതവണ ക്ലാസ്സിൽ പോകാതെ ഫുട്ബോൾ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അക്കാലത്ത് അദ്ദേഹത്തിന്റെ പരിശീലകനായിരുന്ന ലൂയിസ് മാർട്ടിൻസ് ഇതേ വരികളിൽ ആശങ്കാകുലമായ ഒരു കുറിപ്പ് എഴുതിയിരുന്നു: ഈ കൊച്ചുകുട്ടിക്ക് വൈകാരിക സ്ഥിരതയുടെ വ്യക്തമായ പ്രശ്നങ്ങളുണ്ട്, അയാൾക്ക് പലപ്പോഴും നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ഈ വിഷയം പരിഹരിക്കാൻ ഇനിയും സമയമുണ്ടെന്ന് മാർട്ടിൻസ് കൂട്ടിച്ചേർത്തു. കളിക്കാരന് ഇപ്പോഴും പക്വതയില്ലാത്ത വ്യക്തിത്വമുണ്ട്, അതിനാൽ ഇതുവരെ പൂർണ്ണമായി രൂപപ്പെട്ടിട്ടില്ലാത്തതിനാൽ മനഃശാസ്ത്രപരമായ മാർഗനിർദ്ദേശം അർഹിക്കുന്ന കേസുകളിൽ ഒരാളാണ് ആ കളിക്കാരൻ എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. മദീരയിലേക്ക് പോകാനുള്ള സ്ക്വാഡ് പട്ടികയിൽ നിന്ന് തന്റെ പേര് ഒഴിവാക്കിയതായി കണ്ടപ്പോൾ നിരാശനായി ഒരു സഖ്യകക്ഷിയെ അന്വേഷിക്കുന്ന റൊണാൾഡോ അമ്മയോട് ഫോൺ വിളിച്ചു പറഞ്ഞു. ടീം വീബിൽ വന്നിറങ്ങിയ ഉടൻ തന്നെ ഡോളോറസ് പരിശീലകരെ അന്വേഷിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് അവർ വിശദീകരിച്ചു. അവർ അത് മനസ്സിലാക്കി ക്ലബിനൊപ്പം നിന്നു. മറുവശത്ത് ഡൈനിസ് ഡഗൌഡിന് സമീപം മത്സരം ചെലവഴിച്ചു. ലൂയിസ് മാർട്ടിൻസിന് തന്റെ മനസ്സിന്റെ ഒരു ഭാഗം നൽകി. റൊണാൾഡോ തന്റെ ഉച്ചാരണം സംബന്ധിച്ച് അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ഒരു വീക്ഷണകോണ്. ആദ്യം ചില സന്ദർഭങ്ങള്. 1769 ഓഗസ്റ്റ് 15 ഇന്നത്തെ കോർസിക്ക എന്ന ദ്വീപിന്റെ തലസ്ഥാനമായ അജാസിയോയിലാണ് നെപ്പോളിയന് ജനിച്ചത്. 1768 ഫ്രാൻസിനു വിട്ടുകൊടുത്ത ഒരു ദ്വീപായിരുന്നു അത്.
വിരളമായ വിഭവങ്ങളുള്ള ഒരു മൈനര് പ്രഭുകുടുംബത്തിലെ 8 സഹോദരങ്ങളിലെ 4ാമനായിരുന്നു അദ്ദേഹം. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പിതാവിന് ബ്രയാന് മിലിട്ടറി സ്കൂളില് പഠിക്കാന് സ്കോളർഷിപ്പ് നേടിക്കൊടുത്തു. അവിടെ അദ്ദേഹം 10 വയസ്സുള്ളപ്പോൾ പഠിച്ചു. ശക്തമായ കോഴ്സിക്കന് ഉച്ചാരണത്തോടെ മാതൃഭാഷയോടെ അദ്ദേഹം എപ്പോഴും ഫ്രഞ്ച് സംസാരിച്ചു. കൂടാതെ ഫ്രഞ്ചില് അക്ഷരത്തെറ്റുകള് വരുത്തുന്നത് ഒരിക്കലും നിർത്തിയില്ല. അദ്ദേഹം അഭിമാനത്തോടെ തന്റെ വിദേശ വംശജരെ പ്രതിരോധിച്ചു. പക്ഷേ മറ്റു വിദ്യാർത്ഥികള്, കൂടുതലും പ്രഭുകുടുംബങ്ങളിൽ നിന്നുള്ളവര്, അവനെ പരിഹസിച്ചുകൊണ്ടിരുന്നു. 14 വയസ്സുള്ളപ്പോൾ അദ്ദേഹം തന്റെ പിതാവിന് ഈ കത്തെഴുതി: ബ്രയാൻ, 1783 ഏപ്രിൽ 6. ഓ പിതാവേ, കൂടുതൽ മാന്യമായി എന്നെത്തന്നെ നിലനിർത്താൻ നിങ്ങളോ എന്റെ സംരക്ഷകരോ എനിക്ക് വലിയ മാർഗങ്ങൾ നൽകുന്നില്ലെങ്കിൽ ദയവായി എന്നെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോകുക. ദരിദ്രനാണെന്ന് കാണിക്കുന്നതിലും എന്റെ മേൽ നിലനിൽക്കുന്ന ഒരേയൊരു സവിശേഷത അവരുടെ ഭാഗ്യം മാത്രമാണ്. കാരണം എന്നിലൂടെ ഒഴുകുന്ന മാന്യമായ വികാരങ്ങൾക്ക് മൈലുകൾ താഴെയല്ലാത്ത ഒരു വിദ്യാർത്ഥി പോലും ഇല്ലാത്തതിനാൽ ധിക്കാരികളായ വിദ്യാർത്ഥികളെ പുഞ്ചിരിക്കുന്നത് കാണുന്നതിലും ഞാൻ മടുത്തു. വേണ്ട എന്റെ അച്ഛ, വേണ്ട. എന്റെ ഭാഗ്യം മെച്ചപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ ബ്രെയിനിൽ നിന്ന് കൊണ്ടുപോകൂ. ആവശ്യമെങ്കിൽ എന്നെ ഒരു ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകൂ. കത്തിൽ പ്രകടിപ്പിച്ച സംശയങ്ങൾക്കിടയിലും പഠനത്തിലും കഠിനമായ ശാരീരിക പരിശോധനകളിലും തന്റെ എല്ലാ ശ്രമങ്ങളും നടത്താൻ തീരുമാനിച്ചുകൊണ്ട് യുവ കാഡറ്റ് സ്ഥിരോത്സാഹം കാണിച്ചു. സഹപാഠികളേക്കാൾ തന്റെ ശ്രേഷ്ഠത കാണിക്കാനുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തെ നിർബന്ധിതനാക്കിയത്. പ്രധാനമായും ഗണിതശാസ്ത്രത്തിലെ അദ്ദേഹത്തിന്റെ ബൗദ്ധിക നേട്ടങ്ങൾ പാരീസ് സൈനിക സ്കൂളിൽ ചേരാൻ സ്കോളർഷിപ്പ് നേടിക്കൊടുത്തു. കത്ത് എഴുതിയതിന് തൊട്ടടുത്ത വർഷം അദ്ദേഹം അവിടെ ചേർന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നെപ്പോളിയൻ ലോകത്തെ മാറ്റിമറിച്ചു. എനിക്ക് എപ്പോഴും ഒരു കഴിവുണ്ടായിരുന്നു. എനിക്ക് കഴിവുകൾ കാണിച്ചു തന്നിരുന്നു. ഞാൻ ഒരു മികച്ച ഫുട്ബോൾ കളിക്കാരനാണ്. പക്ഷേ ദൈവം എനിക്ക് ആ സമ്മാനം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരുപക്ഷെ അത് ദൈവിക ഇടപെടലായിരിക്കാം. ഒരുപക്ഷെ അദ്ദേഹം ഒരു കുട്ടിയായിരിക്കുമ്പോൾ ഫുട്ബോൾ കളിക്കാൻ ചെലവഴിച്ച ആയിരക്കണക്കിന് മണിക്കൂറുകളായിരിക്കാം അത്. സ്വാഭാവിക കഴിവുകൾ എന്ന ആശയത്തെക്കുറിച്ചുള്ള ചർച്ച ലയണൽ മെസ്സിയുടെ ജീവചരിത്രത്തിന്റെ വലിയൊരു ഭാഗം ഏറ്റെടുത്തു. അതിനാൽ ഇവിടെ റൊണാൾഡോയ്ക്ക് ലഭിച്ച പരിശീലനത്തിലും സ്പോർട്ടിംഗിൽ അദ്ദേഹം ഉൾക്കൊണ്ട തത്വചിന്തയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പോർട്ടോയുടെയും ബെൻഫിക്കയുടെയും നിഴലിലുള്ള ഒരു ക്ലബ്ബായ ലിസ്ബൺ ഏറ്റവും സമ്പന്നമോ വിജയകരമോ അല്ല. അതിന് ഏറ്റവും വലിയ ആരാധകവൃന്ദവുമില്ല. എന്നാൽ അതിന് മികച്ച അക്കാദമി ഉണ്ട്. യൂത്ത് ടീമുകളുടെ തലവൻ എന്ന നിലയിൽ ഔറേലിയോ പെരേര സ്ഥിരം സാന്നിധ്യമായിരുന്നു. അദ്ദേഹം ഒരിക്കലും റൊണാൾഡോയെ നേരിട്ട് പരിശീലിപ്പിച്ചിരുന്നില്ല. പക്ഷേ അക്കാദമിയിലെ ആത്മീയ പരിശീലന തത്വചിന്തയുടെ അവിഭാജ്യ ഘടകമായിരുന്നു. ഞങ്ങളെല്ലാം സ്വയം പഠിച്ചിരുന്ന ഒരു പരിശീലന കാലഘട്ടത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. പോർച്ചുഗലിൽ പരിശീലകർക്ക് പരിശീലനം ലഭ്യമല്ലായിരുന്നു. അതുകൊണ്ടാണ് തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടതിനേക്കാൾ ആത്മീയമായിരുന്നു കളിക്കാരിൽ ഞങ്ങളുടെ സ്വാധീനം. യുവാക്കളെ പഠിപ്പിക്കുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കാനും ഫുട്ബോൾ അവരുടെ ആത്മാവിന്റെ ഭാഗമാകുമെന്ന് ഉറപ്പാക്കാനും കഴിയുന്ന ആന്തരിക ശക്തി ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. തെറ്റുകൾ വരുത്തുന്നത് പഠന പ്രക്രിയയുടെ ഭാഗമാണെന്ന് ഞങ്ങൾ അവരെ മനസ്സിലാക്കുന്നു. പിന്നീട് ഫലം കായ്ക്കുന്ന വിത്തുകൾ നടേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ലഭിച്ച ഫുട്ബോൾ വിദ്യാഭ്യാസമായിരുന്നു അത്. ആൺകുട്ടികളുടെ ചുമതല വഹിച്ചവർ അധ്യാപകരും പരിശീലകരുമായിരുന്നു. ഒരു ഫുട്ബോൾ അക്കാദമിക്ക് അനുയോജ്യമായ പ്രൊഫൈൽ ഞാൻ കൂട്ടിച്ചേർക്കുന്നു. ഇന്നും അങ്ങനെ തന്നെ. 1997 ആഗസ്റ്റിലാണ് നമ്മൾ ഇപ്പോൾ. റൊണാൾഡോയുടെ അമ്മ 3 വർഷത്തേക്ക് അദ്ദേഹത്തിന്റെ ആദ്യ പരിശീലന കരാറിൽ ഒപ്പുവെച്ചു. അദ്ദേഹം പ്രൊഫഷണലായി മാറിയപ്പോൾ കരാർ 2 വർഷത്തേക്ക് കൂടി നീട്ടാമെന്ന് വാഗ്ദാനം ചെയ്തു. റൊണാൾഡോ ആദ്യം പ്രതിമാസം €50 സമ്പാദിച്ചു. അത് കൈകാര്യം ചെയ്യാനുള്ള ചുമതല ഡൊളോറസിനായിരുന്നു. എല്ലാം അവരുടെ അക്കൗണ്ടിലേക്ക് പോയി. തുടർന്ന് വസ്ത്രങ്ങളും ടോയ്ലറ്ററികളും വാങ്ങാൻ അവർ പകുതി അയച്ചു. 2 വർഷത്തിന് ശേഷം റൊണാൾഡോയ്ക്ക് പ്രതിമാസം €250 ശമ്പളം ലഭിച്ചു. കുടുംബത്തെ സന്ദർശിക്കാനോ അവരെ സന്ദർശിക്കാനോ വേണ്ടി ഫഞ്ചലിലേക്ക് 6 റൗണ്ട് യാത്രകൾ ക്ലബ്ബ് ക്രമീകരിച്ചു. മകന് നൽകിയ €50 ഒഴികെ അദ്ദേഹത്തിന്റെ അമ്മ പണം ലാഭിച്ചു. അതേസമയം റൊണാൾഡോയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന്റെ കഴിവുകളെ ഉയർത്തിക്കാട്ടുന്നത് തുടർന്നു. മാത്രമല്ല ഔറേലിയോ പെരേര ഓർമ്മിക്കുന്നതുപോലെ ഒരു പ്രത്യേക കായിക അഹങ്കാരവും ദൃഢനിശ്ചയമുള്ള സ്വഭാവവും കൂടിയായിരുന്നു അത്. അൽവാലേഡ് സ്റ്റേഡിയത്തിനടുത്തുള്ള സെൻട്രോ ഡി എസ്റ്റാജിയോയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ വസതി. ഓരോന്നിലും 4 ആൺകുട്ടികളുള്ള 7 കിടപ്പുമുറികൾ, ഒരു ടെലിവിഷൻ മുറി, ഷവറുകൾ. മൊസാംബിക്ക്, നൈജീരിയ തുടങ്ങിയ വിദൂര പ്രദേശങ്ങളിൽ നിന്നുള്ള മറ്റ് ആൺകുട്ടികൾക്കൊപ്പമാണ് റൊണാൾഡോ താമസിച്ചിരുന്നത്. കുടുംബവുമായി ബന്ധം പുലർത്തിയിരുന്ന ക്ലബ്ബിലെ ലിയോണൽ പോണ്ടസ് ആവശ്യമുള്ളപ്പോഴെല്ലാം സ്വന്തം വീട് വിട്ടുകൊടുത്തു. പ്രത്യേകിച്ച് ലിസ്ബണിലെ ജീവിതം യുവ ക്രിസ്ത്യാനോയ്ക്ക് വളരെ ദുഷ്കരമായിരുന്ന ആദ്യ കുറച്ച് മാസങ്ങളിൽ. ക്വോട്ട് 12 വയസ്സുള്ളപ്പോൾ ഒരു യുവ ആഫ്രിക്കൻ കളിക്കാരൻ പരിശീലനത്തിൽ പങ്കെടുത്തു. പക്ഷേ വീട്ടിൽ താമസിക്കാൻ ഒരിടവുമില്ലായിരുന്നു. റൊണാൾഡോ അവനോട് പറഞ്ഞു, "നീ എന്റെ കിടക്കയിൽ കിടക്കൂ, ഞാൻ തറയിൽ കിടക്കും." ഔറേലിയോ ഓർക്കുന്നു. വാസ്തവത്തിൽ
ക്രിസ്ത്യാനോ തന്നെ പറയുന്നതനുസരിച്ച് അവൻ ചെയ്തത് 2 കിടക്കകൾ ഒരുമിച്ച് വയ്ക്കുക എന്നതായിരുന്നു അവന്റെയും സഹപാഠിയുടെയും. പക്ഷേ നിങ്ങൾക്ക് ആശയം മനസ്സിലായി. അയാൾക്ക് പെട്ടെന്ന് ഒരു സൗഹൃദബോധമുണ്ടായി. തുടക്കം മുതലുള്ള അദ്ദേഹത്തിന്റെ പതിവ് ഇതായിരുന്നു: ഒരു പ്രാദേശിക കഫേയിൽ മറ്റുള്ളവരോടൊപ്പം പ്രഭാതഭക്ഷണം, സ്കൂളിലേക്ക് 1 കിലോമീറ്റർ നടത്തം, ക്ലബ്ബുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ സ്റ്റേഡിയത്തിലേക്ക് മടങ്ങുക. ഒരു ഇടവേള. അതേ കഫേയിൽ ഉച്ചകഴിഞ്ഞുള്ള ലഘുഭക്ഷണം. ലഭ്യമായ ഏത് മണ്ണുള്ള പിച്ചിലേക്കും ഒരു കോച്ചിൽ പരിശീലനത്തിന് പോകുക. വീണ്ടും ഒരു റെസ്റ്റോറന്റിൽ അത്താഴം കഴിക്കുക. 3 സീസണുകളിൽ സ്പോർട്ടിംഗ് മത്സരങ്ങളിൽ ബോൾബോയ് ആയി കളിക്കുമ്പോൾ അദ്ദേഹത്തിന് €5 സമ്പാദിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ റൊണാൾഡോയ്ക്കൊപ്പം കളിച്ചിരുന്ന മുൻ സ്പോർട്ടിംഗ് പുൾ ബാക്ക് ഗബ്രിയേൽ ഹെയ്ൻസ് അദ്ദേഹത്തെ ഓർക്കുന്നു. മത്സരത്തിന് ശേഷം അദ്ദേഹം തന്റെ സഹതാരങ്ങളോടൊപ്പം അൽവാലേഡിൽ നിന്ന് 2 പിസ്സകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു റെസ്റ്റോറന്റിലേക്ക് ഓടിപ്പോകുമായിരുന്നു. പല ദിവസങ്ങൾക്കുശേഷം അദ്ദേഹം ഉറങ്ങാൻ പാടുപെട്ടു. ഗൃഹാതുരത്വം കാരണം ഉണർന്നിരുന്നു. പിറ്റേന്ന് രാവിലെ അവൻ വീണ്ടും എല്ലാം ആരംഭിക്കും. ആഴ്ചയിൽ 2-3 തവണ അയാൾക്ക് ഒരു ഫോൺ കാർഡ് ലഭിക്കും. ഫോൺ ബോക്സിൽ പോയി എണ്ണപ്പെടുന്ന മിനിറ്റുകളിൽ കണ്ണുവെച്ച് സഹോദരങ്ങളോടും മാതാപിതാക്കളോടും സംസാരിക്കും. ഓരോ സംഭാഷണത്തിനിടയിലും റൊണാൾഡോ കരയും. പക്ഷേ അവൻ എപ്പോഴും വരണ്ട കണ്ണുകളോടെയാണ് താമസസ്ഥലത്തേക്ക് മടങ്ങുക. നിവർന്നു നിൽക്കും. ചിലപ്പോൾ ജീവിതം എളുപ്പമല്ല. പോണ്ടസ് അസ്വസ്ഥനാകുമ്പോൾ അവനോട് പറയുമായിരുന്നു. എന്നിരുന്നാലും തന്റെ കുടുംബത്തോട് സംസാരിച്ചതിന് ശേഷം അവൻ കരയുന്നത് അവൻ അപൂർവമായി മാത്രമേ കണ്ടിട്ടുള്ളൂ. താൻ ബലഹീനതയുടെ ഒരു ലക്ഷണവും കാണിക്കില്ലെന്ന് അവൻ കരുതിയിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും യുവ മദീരൻ ശ്രദ്ധിക്കപ്പെടാതെ പോയില്ല. അദ്ദേഹം ലിസ്ബണിലേക്ക് പോയപ്പോൾ ദ്വീപിന്റെ സംസാരം: ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു അസാധാരണ കളിക്കാരനാണ്. അവൻ ഏറ്റവും മികച്ച കളിക്കാരനെപ്പോലെയാണ് കളിക്കുന്നത് എന്നായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം വെറുമൊരു ആൺകുട്ടിയല്ലെന്ന് ഞങ്ങളുടെ കുടുംബം മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന്റെ സഹോദരി കാറ്റിയ വിശദീകരിക്കുന്നു. പെട്ടെന്ന് എല്ലാവരും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹം ബിസിനസ്സുകാരുമായി കരാറുകളിൽ ഒപ്പിടാൻ തുടങ്ങി. അസാധാരണമായ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ടായിരുന്നു. സ്പോർട്ടിംഗ് 14 വയസ്സിന് താഴെയുള്ളവർക്കുള്ള പരിശീലനത്തിനിടെ റൊണാൾഡോയ്ക്ക് നെഞ്ചിൽ ഒരു വിചിത്രമായ വേദന അനുഭവപ്പെട്ടു. ചിലപ്പോൾ അവന്റെ ഹൃദയമിടിപ്പ് ത്വരിതപ്പെടുകയും അസാധാരണമായി ക്ഷീണിക്കുകയും ചെയ്യും. ഇത് മുമ്പ് അദ്ദേഹത്തിന് സംഭവിച്ചിരുന്നു. കളി ആരംഭിച്ച് 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സ്പോർട്ടിംഗ് മത്സരത്തിൽ അദ്ദേഹത്തെ പകരക്കാരനായി നിർത്തി. ക്ലബ്ബിലും പ്രാദേശിക ആശുപത്രിയിലും നടത്തിയ പരിശോധനകൾക്ക് ശേഷം ആൺകുട്ടിക്ക് ഹൃദയമിടിപ്പ് കൂടുതലാണെന്നും ശസ്ത്രക്രിയ ആവശ്യമാണെന്നും ഡോക്ടർമാർ നിഗമനം ചെയ്തു. ലേസർ ഉൾപ്പെടുന്ന ഒരു ലളിതമായ നടപടിക്രമമായിരുന്നു അത്. ഈ അവസ്ഥ തന്റെ മകന്റെ കരിയറിന്റെ അവസാനത്തിലേക്ക് നയിക്കുമെന്ന് ഡോളോറസ് ഭയപ്പെട്ടു. അതിനാൽ അവൾ ഉടൻ തന്നെ അംഗീകാര ഫോമിൽ ഒപ്പിട്ടു. 2000 ജൂണിൽ ലിസ്ബണിൽ നിന്ന് വളരെ അകലെയല്ലാത്ത ഹോസ്പിറ്റൽ ഡോ കൊറാക്കോയിൽ വെച്ച് അദ്ദേഹത്തിന് ശസ്ത്രക്രിയ നടത്തി. മദീരാന്റെ വളർത്തലിൽ പോണ്ടസിന് പകരക്കാരനായി പ്രവർത്തിച്ചിരുന്ന ഔറേലിയോ പെരേരയും നുനോ നാരയും അദ്ദേഹത്തോടൊപ്പം താമസിച്ചു. അടുത്ത ദിവസം അദ്ദേഹം വസതിയിൽ തിരിച്ചെത്തി. 3 മാസം കാത്തിരുന്ന ശേഷമാണ് സ്പോർട്ടിംഗ് അവനെ വീണ്ടും കളിക്കാൻ അനുവദിച്ചത്. എല്ലാം ശരിയാണെന്ന് ഉറപ്പാക്കിയ ശേഷം. ആ സമയത്ത് ക്രിസ്ത്യാനോ എങ്ങനെയാണ് കളിച്ചത്? സ്പോർട്ടിംഗിന്റെ സ്വഭാവസവിശേഷതയായ 4-3-3 അദ്ദേഹം എങ്ങനെ പൊരുത്തപ്പെട്ടു? ക്ലബ്ബിലുടനീളം ആ ഫോർമേഷൻ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? പ്രൊഡക്ഷൻ സ്ലാങ്ങിൽ അവർ പറയുന്നതുപോലെ പുതിയ സംസാരിക്കുന്ന തലവന്മാരെ, പുതിയ മുഖങ്ങൾ, പുതിയ പ്രസ്താവനകൾ, പുതിയ കോണുകൾ തേടി ഞാനും സ്കൈ സ്പോർട്സ് ടീമും ലിസ്ബണിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് പോയി. ടാഗസിന് മുകളിലൂടെയുള്ള ഒരിക്കലും അവസാനിക്കാത്ത ഒരു പാലം ഞങ്ങൾ കടന്നുപോയി. ഏറെക്കുറെ വഴിതെറ്റിയ ശേഷം വിശാലമായ നഗര പ്രാന്തപ്രദേശങ്ങൾക്കിടയിൽ ഒരു പച്ച മരുപ്പച്ചയിലെത്തി. 2001 മുതൽ 2002 സീസണിന്റെ തുടക്കത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്പോർട്ടിംഗ് അക്കാദമിയിൽ ഞങ്ങൾ എത്തി. ഞങ്ങൾ നേരെ പോയത് ഔറേലിയോ പെരേരയുടെ ഓഫീസിലേക്കാണ്. തിളക്കമുള്ള അറ്റ്ലാന്റിക് വെളിച്ചം തുളച്ചുകയറാൻ അനുവദിക്കുന്ന ഒരു ചിത്രജാലകമുള്ള ഒരു ചെറിയ മുറി. അതിൽ നിറയെ സ്മരണികകളുണ്ടായിരുന്നു. ഓഫീസ് ടേബിളിന് പിന്നിൽ ഒപ്പിട്ട 3 ഷർട്ടുകൾ. അതിൽ 2 റൊണാൾഡോയുടേതായിരുന്നു. അക്കാദമിയിലൂടെ ഉയർന്നുവന്ന ശ്രദ്ധേയരായ ഫുട്ബോൾ കളിക്കാരുടെ ഫോട്ടോകൾ കൊണ്ട് പൊതിഞ്ഞ 2 ബോർഡുകൾ. ക്രിസ്ത്യാനോയുടെ നിരവധി ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഒന്ന് ട്രാക്സ്യൂട്ട് അടിയിൽ നീട്ടിക്കൊണ്ട് ഉത്കണ്ഠാകുലനായി കാണപ്പെടുന്ന ഒരു കുട്ടിയുടെ രൂപത്തിലും മറ്റൊന്ന് അടുത്തിടെ അദ്ദേഹം ഔറേലിയോയെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഷർട്ടിലും. 4-3-3 പെരേര സ്വയം ചോദിച്ചു. കളിക്കാർക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള സംവിധാനമാണിത്. ഇത് മറ്റ് സിസ്റ്റങ്ങളിലേക്ക് എളുപ്പത്തിൽ പൊരുത്തപ്പെടുത്താനും കഴിയും. 4-4-2-3-5-2 ചിലപ്പോൾ ആളുകൾ പറയും നമ്മൾ വൈഡ് കളിക്കാരെ, വിംഗർമാരെ മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ എന്ന്. അത് ശരിയല്ല. നമുക്ക് വിങ്ങിലൂടെ വേഗത ഇഷ്ടമാണ്. പക്ഷേ 15-16 വയസ്സ് മുതൽ നല്ല കളിക്കാർ മധ്യത്തിൽ കളിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവർക്ക് പ്രതികരണ വേഗത മെച്ചപ്പെടുത്താനും പന്തിൽ കൂടുതൽ സ്പർശിക്കാനും പരിമിതമായ ഒരു മേഖലയിൽ ഇടം സൃഷ്ടിക്കാൻ പഠിക്കാനും കഴിയും. നല്ല കളിക്കാർക്ക് കഴിയുന്നത്ര പന്ത് നൽകണം. റൊണാൾഡോയുടെ കാര്യം വരുമ്പോൾ
പന്ത് അവന്റേതല്ല എന്ന ആശയം പരിശീലകർ അവനിൽ കുത്തിവെക്കേണ്ടി വന്നു. ഔറേലിയോ പെരേര പുതിയ ആശങ്കകളാൽ വലഞ്ഞു. അത്തരത്തിലുള്ള ഒരാളെ നമ്മൾ എങ്ങനെ പഠിപ്പിക്കും? മറ്റുള്ളവരെപ്പോലെ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അങ്ങനെയായിരുന്നില്ല. അവന്റെ അമിത ആത്മവിശ്വാസത്തിൽ നിന്ന് നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. ഒരു കുട്ടിയായിരുന്ന കാലം മുതൽ തന്നെ ഏറ്റവും മികച്ച കളിക്കാരനായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിൽ അവൻ എങ്ങനെയാണ് ആത്മവിശ്വാസം കാണിക്കാതിരിക്കുക? ഔറേലിയോ തുടർന്നു. ആത്മവിശ്വാസം അവൻ സ്വീകരിച്ച പാതയിൽ ഒരു സ്ഥിരം കൂട്ടുകാരനായിരുന്നു. കളിക്കളത്തിലെ അവന്റെ പ്രതികരണങ്ങൾ അവനെ ഒരു കളിക്കാരനാക്കിയ വിമത സ്വഭാവത്തിന്റെയും കുട്ടിക്കാലം മുതൽ അവനുണ്ടായിരുന്ന അഭിനിവേശത്തിന്റെയും ഫലമാണ്. അക്കാദമി മേധാവി അദ്ദേഹത്തെ അഹങ്കാരിയായി പെരുമാറാൻ അനുവദിച്ചു. സത്യത്തിൽ മറ്റുള്ളവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത പല കാര്യങ്ങൾക്കും പിച്ചിൽ അദ്ദേഹത്തോട് ക്ഷമിച്ചു. സ്വന്തം നാട്ടിലെപ്പോലെ തന്നെ കളിക്കാരനോടും ടീമിന്റെ മനോവീര്യത്തോടും അദ്ദേഹത്തിന്റെ മനോഭാവം പിച്ചിൽ ചെലുത്തിയ നല്ല ഫലങ്ങൾ ഔറേലിയോ കണ്ടു. കളിക്കളത്തിന് പുറത്ത് റൊണാൾഡോയുടെ അച്ചടക്കം മെച്ചപ്പെടുത്തുക മാത്രമാണ് അദ്ദേഹത്തിന് ആവശ്യമായിരുന്നത്. എന്നാൽ ആ സമയത്ത് ഒരു കളിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉറപ്പ് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം കാണിച്ച നിയമങ്ങളും അധികാരവും സംബന്ധിച്ച ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ടതാണോ എന്ന് പരിശീലകന് ഉറപ്പില്ലായിരുന്നു. അവ രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെങ്കിൽ. ഇതൊക്കെയാണെങ്കിലും റൊണാൾഡോ എന്ന കലാകാരനെ ഫലപ്രദമായ ഒരു കളിക്കാരനാക്കി മാറ്റേണ്ടിവന്നു. അതായിരുന്നു പുരോഗതി. അങ്ങനെ സംഭവിച്ചെങ്കിലും താഴ്ന്ന റാങ്കുകളിൽ ഒരു കിരീടം പോലും അദ്ദേഹത്തിന് ലഭിച്ചില്ല. അതല്ല മുൻഗണന. വർഷങ്ങൾ കടന്നുപോയപ്പോൾ ക്രിസ്ത്യാനോ ലിസ്ബണിലും ക്ലബ്ബിലും സ്ഥിരതാമസമാക്കിയതായി തോന്നിയതിൽ ഔറേലിയോ ആഘോഷിച്ചു. അതൊരു ക്ലബ്ബ് വിജയമായിരുന്നു. എല്ലാ മദീരക്കാരും ദ്വീപ് വിട്ടുപോകാൻ യോഗ്യരല്ലെന്ന് അക്കാദമി മേധാവിക്ക് നന്നായി അറിയാമായിരുന്നു. രണ്ടാം ദിവസം വീട്ടിലേക്ക് പോകാൻ 15-16 വയസ്സുള്ള ആൺകുട്ടികൾ ഇതിനകം തന്നെ ബാഗുകൾ പാക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൂരം എത്രയധികം ആളുകളെ കൊല്ലുന്നുവോ അത്രയധികം ശക്തിപ്പെടുന്നു. വാസ്തവത്തിൽ മദീരയുടെ ചരിത്രത്തിൽ പോർച്ചുഗൽ ദേശീയ ടീമിനായി ആദ്യമായി കളിച്ചത് റൊണാൾഡോ ആയിരുന്നു. 15ാമത്തെ വയസ്സിൽ അവൻ സെൻട്രൽ ലിസ്ബണിലെ ഒരു വസതിയിലേക്ക് താമസം മാറി. നഗരത്തിലെ എല്ലാ മുക്കും മൂലയും അറിയാവുന്ന ഒരാളെന്ന നിലയിൽ അവൻ തന്റെ ഒഴിവു സമയം ചുറ്റിനടക്കാനും അടുത്തുള്ള പാർക്കുകളിൽ ഓടാനും ട്രാഫിക് ലൈറ്റുകളിൽ നിർത്തിയ കാറുകളുമായി മത്സരിക്കാൻ സ്വയം വെല്ലുവിളിക്കാനും ഉപയോഗിക്കുമായിരുന്നു. ഉറങ്ങാൻ സമയമാകുമ്പോൾ മാത്രമേ അവൻ വസതിയിൽ കാലുകുത്തുമായിരുന്നുള്ളൂ. ഒരു രാത്രി കർഫ്യൂ കഴിഞ്ഞ് ഒരു ഷോപ്പിംഗ് സെന്ററിൽ നിന്ന് മടങ്ങുമ്പോൾ ശാസന ലഭിക്കുമെന്ന് നന്നായി അറിയാമായിരുന്നു. ക്രിസ്ത്യാനോയെയും മറ്റ് 15 വയസ്സുള്ള 3 കുട്ടികളെയും മെട്രോയിൽ കത്തികളുമായെത്തിയ ഒരു സംഘം നേരിട്ടു. ഫുട്ബോൾ കളിക്കാരിൽ 2 പേർ ഓടിപ്പോയി, 2 പേർ അവിടെ തന്നെ നിന്നു. റൊണാൾഡോ ഏത് ഗ്രൂപ്പിലായിരുന്നുവെന്ന് ഊഹിക്കാമോ? തീർച്ചയായും കൊള്ളക്കാരെ എതിർത്ത 2 ആൺകുട്ടികളിൽ ഒരാളായിരുന്നു അവൻ. അവസാനം ആരെയും കൊള്ളയടിച്ചില്ല.